ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഏതാനും നിമിഷങ്ങൾക്കകം നിയമവ്യവസ്ഥയുടെ മുന്നിലേക്ക് എത്തുന്നു. ഇവരെന്തൊക്കെയായി പറയുന്നത്? ചെറിയച്ഛൻ അവരോടൊന്നും സംസാരിക്കാൻ പറ്റില്ലേ? ഇതൊക്കെ ആളുകൾ കാണുന്നതല്ലേ? തടയാനോ തർക്കിക്കാനോ ചെന്ന അവരുടെ ആക്രമണം ഇരട്ടിക്കും. ഇന്ന് നിന്റെ കാര്യം. ചിലപ്പോ ഒരു സ്ത്രീ എന്ന പരിഗണനയിൽ എന്തെങ്കിലും ഒരു ഇളവ് നിനക്ക് കിട്ടിയേക്കും. വേണ്ട സർ, വരുണ് കിട്ടാത്ത ഒരിളവും എനിക്കും വേണ്ട. വരുണ് എനിക്കിഷ്ടമാണെന്നുള്ള കാര്യം ഇനി എനിക്ക് രഹസ്യമാക്കി വെക്കേണ്ട കാര്യമില്ല. ഓ അത് സാറിന്റെ മുൻപിലായാലും ശരി, കോടതിയുടെ മുൻപിലായിരുന്നാലും ശരി, നെഞ്ചിൽ തൊട്ട് ഞാനത് പറയും. ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിൽ ശിക്ഷ വിധിച്ച ഞങ്ങൾ ഒരുപോലെ അത് അനുഭവിക്കും. സത്യത്തിൽ ഇതൊക്കെ ഒരു വീഡിയോ എടുക്കുന്നതാ. എന്നിട്ടിത് സോഷ്യൽ മീഡിയയിലേക്ക് നേരിട്ട് വിടണം. അവിടെ ഇപ്പോ നെഗറ്റീവുകളൊക്കെ ചരിത്രം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അനിയത്തിയുടെ ഭർത്താവിനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന നിന്നെ കുറിച്ച് ചിലപ്പോ അവിടെ വാഴ്ത്തിപ്പാടലുകളൊക്കെ ആരംഭിക്കും. കളിയാക്കണ്ട സാറേ. ആര് കളിയാക്കലില്ലെങ്കിലും ഇതെന്റെ ഭാര്യ. ഞാൻ താലി കെട്ടിയ എന്റെ ഭാര്യ. ഓ, അക്കാര്യം ഈ ലോകത്ത് ആർക്കും നിഷേധിക്കാനാവില്ല. ആ മതി മതി, നീ വണ്ടി കയറ്. ഇനി നിന്റെയൊക്കെ അഭ്യാസം ഞാൻ കോടതി കണ്ടോളാം. വേഗം പിടിച്ചു കയറ്റ്, പിടിച്ചു കയറ്റ്. ഉർവശി, ചന്ദ്രശേഖരൻ എവിടെ? ചന്ദ്രേട്ടൻ കോടതി പോവാനായിട്ട് റെഡിയായിക്കൊണ്ടിരിക്കുക. പത്മിനി, വരുണിന് ജാമ്യം കിട്ടിയാല് കുടുംബക്ഷേത്രത്തിൽ ഞാനൊരു വഴിപാട് നേർന്നിട്ടുണ്ട്. അത് നമ്മൾ എല്ലാവരും കൂടി പോയി നടത്തുകയും വേണം. ദൈവങ്ങള് കോട്ടുവിട്ടേ കോടതിയിൽ വാദിക്കാൻ വരില്ലല്ലോ അമ്മേ. അമ്മ നോക്കി പേടിപ്പിക്കണ്ട. കുടുംബത്തിലൊരു വീഴ്ച വന്നപ്പോ ഓടി നടക്കാനും കാര്യങ്ങൾ ചെയ്യാനും ചന്ദ്രേട്ടൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആരുടെ മനസ്സിലും ചന്ദ്രേട്ടനൊരു പരിഗണനയില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞേ ഉള്ളൂ. ചന്ദ്രേട്ടൻ ഈ കുടുംബത്തിന് ചെയ്യുന്ന കഷ്ടപ്പാടുകള് ഇതുവരെ ആരും മനസ്സിലാക്കിയിട്ടും കൂടിയില്ല. എന്നാര് പറഞ്ഞു? എവിടെയാ ചന്ദ്രശേഖരനെ മാറ്റി നിർത്തിയിട്ടുള്ളത്? കണിമംഗലത്ത് ഒരു പന്തിയേ ഉള്ളൂ, എല്ലാവരും ഒന്നിച്ചിരിക്കുന്ന പന്തി. മാറ്റി നിർത്തപ്പെട്ടു എന്നൊക്കെ പറയുന്നത് വെറുതെ തോന്നുന്നതാ. സോറി ഏട്ടാ, ഞാൻ എന്റെ സങ്കടം പറഞ്ഞേ ഉള്ളൂ. അല്ല, ചെറിയച്ഛനെ ഏർപ്പാടാക്കിയിരിക്കുന്ന വക്കീലിനെ കുറിച്ച് ഒന്ന് രണ്ട് ആളുകളോട് ഞാനും ചോദിച്ചു. ആള് കേമനാണെന്ന് നമുക്ക് ഉറപ്പ് വേണമല്ലോ. നല്ല അഭിപ്രായം അച്ഛാ പറഞ്ഞതെല്ലാവരും. കോടതി കാര്യങ്ങൾ അതിന്റെ മുറയ്ക്ക് നടക്കട്ടെ. നിത്യവും ഞാൻ ദൈവത്തിന്റെ മുമ്പിൽ കൈകൂപ്പി പ്രാർത്ഥിക്കുന്നത് സത്യവും ധർമ്മവും ജയിക്കണമെന്നാ, അല്ലാതെ ഞാൻ എന്ത് ചെയ്യുന്നുവോ അത് ജയിക്കണമെന്നല്ല. അമ്മ, ഞാൻ കോടതിയിലേക്ക് ഇറങ്ങാം. വരുണിന് ജാമ്യം എടുത്തിട്ട് അവനെയും കൂട്ടിയേ ഞാൻ വരും. പോയിട്ട് വാ.
പേടിക്കാതിരിക്കേട്ടത്തി, ജാമ്യം കിട്ടും. കൃത്യമായ തെളിവിന്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, സംശയത്തിന്റെ അടിസ്ഥാനത്തിലല്ലേ അറസ്റ്റ്. പോലീസുകാരുടെ വകുപ്പ് എത്ര കൂടിയാലും അത് നമ്മുടെ വക്കീൽ പ്രതിരോധിച്ചോളും. ചന്ദ്രശേഖര, സൂര്യ ഒപ്പം കൂട്ടിക്കോളൂ. വേണ്ട ഏട്ടാ, സൂര്യ വരണ്ട. വരണ്ട കാര്യമൊന്നുമില്ല. കൂട്ടിക്കോളാൻ പറഞ്ഞാൽ അത് ചെയ്താ മതി. സൂര്യ, നീ ചെല്ല് ചെറിയച്ഛനോടൊപ്പം. ശരി അച്ഛാ. അമ്മേ, ഞാൻ പോയിട്ട് വരാം. വാചരിച്ച സത്യത്തിന് വിലയുണ്ടെങ്കിൽ എന്റെ മോൻ ഒരു കുഴപ്പവും കൂടാതെ തിരിച്ചു വരും. അതെനിക്ക് ഉറപ്പാ. അരുംകൊലകൾ നിത്യേന ആവർത്തിക്കുന്ന നമ്മുടെ നാട്ടിൽ സ്വന്തം അനിയത്തിയെ ചുട്ടുകരിച്ച ഒരു സഹോദരി തന്റെ ഭാര്യയുടെ ചേച്ചിയെ സ്വന്തമാക്കുന്നതിനു വേണ്ടി കാലങ്ങളായി തന്റെ ഭാര്യയെ നിശബ്ദയാക്കുകയും അതിലൂടെ അതിക്രൂരമായി കൊല ചെയ്യുകയും ചെയ്തു. പുതിയ കാലത്തിന്റെ കുറ്റകൃത്യങ്ങളിൽ പുത്തനേടുകൾ എഴുതിവെച്ച രാധികയും വരുണും ഏതാനും നിമിഷങ്ങൾക്കകം നിയമവ്യവസ്ഥയുടെ മുന്നിലേക്ക് എത്തുന്നു. ഇവരെന്തൊക്കെയായി പറയുന്നത്? ചെറിയച്ഛൻ അവരോട് സംസാരിക്കാൻ പറ്റില്ലേ? ഇതൊക്കെ ആളുകൾ കാണുന്നതല്ലേ? തടയാനോ തർക്കിക്കാനോ ചെന്നാ അവരുടെ ആക്രമണം ഇരട്ടിക്കും. വീണ് കിട്ടുന്ന വാർത്തകളോട് മാത്രം ജീവിച്ചു പോകുന്ന വർഗങ്ങളാ. അവർക്ക് മനുഷ്യരുടെ വിഷമം അറിഞ്ഞൂടാ. കുരയ്ക്കുന്നവർ കുരയ്ക്കട്ടെ. വരുണിനും രാധികയ്ക്കും ജാമ്യം കിട്ടിക്കഴിയുമ്പോ ഈ റിപ്പോർട്ട് പറയുന്നവര് തന്നെ അതൊക്കെ മാറ്റി പറയുകയും ചെയ്യും. അതുവരെ അവര് പറയട്ടെ.